അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, സഹോദര സഹോദരിമാർ, നാട്ടുകാർ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ 12ാമത് ഉറൂസ് മുബാറക് നേരത്തെ ഇന്നിന്റെ സാഹ്യാനത്തിൽ പതാക ഉയർത്തി സിയാറത്തോടും ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. 1ാം ദിവസമായ ഇന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും ത്യാഗോജ്വലമായ അധ്യായം അതായിരുന്നു ഹിജ്റ. ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് വലിയൊരു പാഠവും ചരിത്രവും സമ്മാനിച്ച ഹിജ്റയുടെ നാളുവഴികൾ വിശുദ്ധ മക്കയിൽ നിന്ന് ആരംഭിച്ച് തീക്ഷ്ണമായ പരീക്ഷണങ്ങളും ദുർഘടമായ പാതകളും താണ്ടി മൂർച്ചയേറിയ ആയുധവുമായി കാത്തുനിൽക്കുന്ന ശത്രുക്കൾക്കിടയിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരി സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നുപോയ വഴികളെ 10-14 ദിവസം പിന്നിട്ട് വിശുദ്ധമായ മദീനയിൽ യസ്രിബിലേക്ക് എത്തിച്ചേർന്ന് പിന്നീടത് മദീനത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് തന്നെ മാതൃകയുള്ള രാഷ്ട്രമാക്കി മാറ്റിത്തീർക്കുകയും ഈ വഴിത്താരകളെ അതേ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതനും സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SSFന്റെ മുൻ ദേശീയ അധ്യക്ഷനും ഇപ്പോൾ SYSന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഡോക്ടർ ഫാറൂഖ് നഈമി ഉസ്താദ്, അവരും കൂട്ടുകാരും ഇതുപോലെ വിശുദ്ധമായ കഴിഞ്ഞ റബീഇന്റെ വസന്തത്തിന്റെ 1ാം നാളിൽ കഴിഞ്ഞ വർഷം അതേ ഒരു സൗഭാഗ്യം അവർക്ക് വന്നെത്തുകയും നീണ്ട 10-14 ദിവസം പിന്നിട്ട് ആ യാത്ര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോയ വഴികളെ ഹിസ്റ്റോറിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും ചരിത്ര വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായത്താലും യാത്ര പൂർത്തീകരിക്കുകയും ആ യാത്രയുടെ ദൃശ്യാവിഷ്കാരത്തെ, തന്റെ അനുഭവങ്ങളെ കൃത്യമായി ഒപ്പിയെടുത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഈ വിശുദ്ധ റബീഇന്റെ വസന്തത്തിന്റെ 1500ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രോഗ്രാമാണ് ഹിജ്റ എക്സ്പെഡിഷൻ. ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വളരെ വേഗത്തിൽ ഓടിച്ചു പോയാൽ ഈ ഒരു ചരിത്ര ആവിഷ്കാരത്തിന് സമയം വേണ്ടി. അതുകൊണ്ട് തന്നെ മറ്റ് ആമുഖങ്ങളും മറ്റു ഉപചാരങ്ങളും കൂടുതൽ നീട്ടാതെ ഇൻഷാ അല്ലാഹ് നാം ആ ഹിജ്റയുടെ എക്സ്പെഡീഷനിലേക്ക് കടക്കുകയാണ്. മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇതുപോലെ ഒരു റബീഉൽ ആഖിർ 1-നായിരുന്നു. ഇന്ന് റബീഉൽ ആഖിർ 1-ന്റെ രാത്രിയാണ്. 1-ന്റെ പകൽ ഏകദേശം 3 മണിയോട്
കൂടിയാണ് 12 വർഷം മുമ്പ് മഹാനവറുകൾ നമ്മെ വിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. അവിടുത്തെ ദറജ ഉത്തരോത്തരം ഇനിയും അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ മദദ് കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മുബാറക്കിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജന്മം ആഘോഷങ്ങൾ ലോകമെമ്പാടും ഓരോ വർഷം കഴിയും തോറും അതിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുവർദ്ധിക്കുകയാണ്. ഈ വർഷം റബീഉൽ അവ്വൽ 1 മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ആഘോഷങ്ങളെ ആഗോളാടിസ്ഥാനത്തിൽ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ, കാരണം നവമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റവും കൂടുതൽ വികാസം സൃഷ്ടിച്ച ഒരു നാളിൽ ലോകത്ത് നടക്കുന്ന ചലനങ്ങളെ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. ലോകത്ത് തന്നെ ഇപ്പോ ഏറ്റവും വലിയ ജയിലായി കഴിഞ്ഞു മാറിയ, നരകയാതന അനുഭവിക്കുന്ന അഭയാർത്ഥി ക്യാമ്പ് അത് ഗസയിലാണ്. ആ ഗസയിലെ മുറിവേറ്റ് കിടക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പട്ടിണിപ്പാവങ്ങളായി കഴിയുന്ന അഭയാർത്ഥികളായ പ്രിയപ്പെട്ട സഹോദരന്മാരും വിശുദ്ധ റബീഉൽ അവ്വൽ വന്നപ്പോ 12-ന് അവർ നടത്തിയ ആഘോഷവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പുകളിലും ഏഷ്യൻ രാജ്യങ്ങളിലുമെല്ലാം വിശുദ്ധ റബീഇന്റെ അലയൊലികൾ അത് കൂടുതൽ വ്യാപകമാകുന്നു എന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ കീർത്തനങ്ങളും അത് ഉയർത്തി എന്നത് ജല്ല ജലാലുവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് അത് പ്രഖ്യാപിച്ചത്. ആ വസന്തം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു വസന്തത്തിലേക്ക്, 2ാം വസന്തമാകുന്ന റബീഉൽ ആഖിർ, മഹാനായ ശൈഖ് സുൽത്താനുൽ ഔലിയ അശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു തലമുറയെ ശുദ്ധ ഇസ്ലാം ജീവനറ്റു പോകുമെന്ന് ഒരു ഘട്ടമെത്തിയപ്പോൾ, ഇസ്ലാമിന്റെ സാംസ്കാരിക തനിമ മെലിഞ്ഞ് അതില്ലാതാകുന്ന ഒരു സമയത്താണ് മഹാനവറുകൾ വിശുദ്ധമായ ആധ്യാത്മിക മികവോടുകൂടി തന്റെ പ്രഭാഷണ വൈഭവം കൊണ്ട്, തന്റെ ആത്മീയപരമായ ഉപദേശങ്ങൾ കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ നവജീവൻ നൽകുകയും അങ്ങനെ മുഹിയുദ്ദീൻ, വിശുദ്ധ ദീനിനെ ജീവിപ്പിച്ച ആളെന്ന പേര് തന്നെ ലഭിക്കുകയും ചെയ്ത മഹാനായ ഔസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ജന്മത്തിന്റെയും അവിടുത്തെ വഫാത്തിന്റെ വിശുദ്ധമായ റബീഉൽ ആഖിർ ആ മാസത്തിലാണ് മഹാനായ താജുൽ ഉലമയും അതിന്റെ 1ാമത്തെ ദിനമാണ് അവിടെ ആഗ്രഹിച്ചതുപോലെ യാത്ര പോയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഹിജ്റ എക്സ്പെഡിഷൻ ദൃശ്യാവിഷ്കാരത്തിന്റെ ഉപചാരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സ്ക്രീനിൽ കൃത്യമായി അതിന്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വരും. ഫാറൂഖ് നഈമി ഉസ്താദ് അത് ആംബിയറായി ആ വിഷയങ്ങൾ അവതരിപ്പിക്കും. വെളിച്ചങ്ങളൊക്കെ അതിനിടക്കായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. റെക്കോർഡിംഗ് എന്നതൊക്കെ നേരത്തെ അവരോട് നാം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ വേദിയിൽ നമുക്ക് പ്രാർത്ഥന നടത്തി തന്ന ബഹുവന്യരായ സയ്യിദ് പൂക്കോയത്തങ്ങൾ കരുവരന്തുരുത്തി മഹാനായ താജുൽ ഉലമ പാപ്പയുടെ പേരക്കുട്ടിയും കൂടിയാണ്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവിധ ബഹുമാനാദരവോടും സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ വേദി നിയന്ത്രിക്കുന്നത് നമ്മുടെ താജുൽ ഉലമ എഡ്യൂക്കേഷൻ സെന്ററിലെ ദറസിലെ സീനിയർ മുദരിസ് MKM ദാരിമി ഉസ്താദാണ്. ഉസ്താദിനെ എല്ലാവിധ ബഹുമാനാദരവോടുകൂടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ അധ്യക്ഷൻ അൽമക്ർ സ്ഥാപനങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ PK അലിക്കുഞ്ഞ് ദാരിമി ഉസ്താദാണ്. എല്ലാ ബഹുമാനാദരവോടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വേദിയിൽ 3 മണിക്കൂർ നീളുന്ന, കാരണം അത് നമുക്ക് കുറഞ്ഞ സമയമായിട്ടേ അനുഭവപ്പെടുകയും,
കണ്ണൂരിൽ SYS നടത്തിയ പ്രോഗ്രാമിൽ പങ്കെടുത്തവരുണ്ടാകും. വിവിധ രാജ്യങ്ങളിൽ നടത്തിയ, വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തിയ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവർ ഈ സദസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ആദരവോടുകൂടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലുള്ള സയ്യിദന്മാർ, കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും അൽമക്കർ സ്ഥാപനങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റുമായ നമ്മുടെയൊക്കെ വലിയ നേതൃത്വം ബഹുമാനപ്പെട്ട പട്ടു ഉസ്താദ് ഈ മഹത്തായ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയാണ്. ബഹുമാനാദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള മറ്റ് നേതാക്കൾ, SYSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി, അബ്ദുൽ ഹക്കീം സഅദി, അതുപോലെ മുഹമ്മദ് കോയത്തങ്ങൾ, വള്ളംകോട് അബ്ദുൽ ഖാദിർ മദനി തുടങ്ങി ഈ വേദിയിൽ ധന്യമാക്കുന്ന ബഷീർ സഅദി ബാംഗ്ലൂർ, അബ്ദുൽ ഖാദിർ സഖാഫി അൽ മദീന, സിദ്ദീഖ് സഖാഫി ബായാർ, റയീസ് മുഈനി, ഷംസുദ്ദീൻ സഖാഫി കൂനം, സുഫിയാൻ സഖാഫി മസ്ദർ, SP ഹംസ സഖാഫി ബണ്ടുവാൽ, നന്ദി പ്രകാശിപ്പിക്കുന്ന അസീസ് ഹാജി എട്ടിക്കുളം തുടങ്ങി എല്ലാ ആളുകളെയും, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും സഹോദര സഹോദരിമാരെയും വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും എല്ലാം ഈ മഹത്തായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ മദീനയിലേക്ക് നമ്മളെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും നമ്മളെയൊക്കെ ആവാഹിക്കുന്ന ഈ മഹത്തായ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് MKM ദാരിമി ഉസ്താദിനെ ആദരവോടെ ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.